പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ഞായറാഴ്ച കുരുത്തോല ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. ഹോശന്ന എന്നാൽ യേശുവിനെ പുകഴ്ത്തുക എന്നാണ്. കർത്താവിന് സ്തോത്രം ചൊല്ലി സ്തുതിക്കുന്നു. ഈ ദിവസം നടന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലേ? യേശു ക്രിസ്തു ഒലിവ് മലയിൽ നിന്ന് യെരുശലേമിലേക്ക് മലയിൽ നിന്നും താഴേക്കിറങ്ങി വന്ന് കഴുതപ്പുറത്ത് പട്ടണത്തിൽ സഞ്ചരിക്കുന്നു. എല്ലാ ജനങ്ങളും യേശുവിന്റെ ശിഷ്യന്മാരും കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്രന് ഹോശന്ന എന്നു പറഞ്ഞ് യേശുവിനെ പുകഴ്ത്തുന്നു, പാട്ടുപാടുന്നു, സ്തുതിക്കുന്നു. വലിയൊരു സന്തോഷം. ജനങ്ങൾ കൂടി യേശുക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. യെരുശലേം നഗരവാസികൾ എല്ലാവരും കാണുന്നു. അത് ഉത്സവകാലമായിരുന്നു. ലോകമെങ്ങുമുള്ളവർ വന്നിരുന്നതുകൊണ്ട് ആരാണ് ഇയാളെന്ന് എല്ലാവരും നോക്കുന്നു. ഇദ്ദേഹമാണ് യേശുക്രിസ്തു. ഇതിലെന്താണ് വിശേഷമെന്ന് വെച്ചാൽ വലിയ ശക്തികളുള്ളവനാണ്. ചിലര് പറയുന്നു പ്രവാചകനാണ് എന്ന്. ദൈവം മനുഷ്യനായി പിറന്നതാണ് എന്ന് പറയുന്നു. അതെങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, മുടന്തന്മാരെ നടത്തിക്കുന്നു. അതെയോ? എല്ലാവരും നോക്കി, ഇയാളാണോ മശീഹ എന്ന് പറയുന്നവൻ? നമ്മെ വിടുവിച്ച് ഭരിക്കാൻ പോകുന്ന മശീഹ ഇയാളായിരിക്കുമോ എന്ന് എല്ലാവരും പറയുന്നു. എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കുന്നു. യേശുവിനെക്കുറിച്ച് എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് മത്തായി 21 അധ്യായം 9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അതേസമയം യേശുവിന്റെ മുഖത്തേക്ക് നോക്കൂ. അത് ലൂക്കോസ് 19 അധ്യായം 41 വാക്യത്തിൽ വായിക്കുമ്പോൾ, യേശു ആ പട്ടണത്തെ നോക്കി കണ്ണുനീരൊഴുക്കി എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാവരും യേശുവിനെക്കുറിച്ച് സന്തോഷിക്കുന്നു, ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവോ സന്തോഷിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല. എല്ലാവരും എന്നെ പുകഴ്ത്തുന്നു, രാജാവാക്കിയിരിക്കുന്നു എന്ന് സന്തോഷിക്കാതെ യെരുശലേം പട്ടണത്തെ നോക്കി കരയുന്നു. എന്തുകൊണ്ട്? അവിടെയുള്ള ലക്ഷക്കണക്കിന് ആത്മാക്കളെ ഓർത്ത്. ആ പട്ടണത്തിനൊരു നാശമുണ്ടാകാൻ പോകുന്നു. അവര് രക്ഷകനെ അലക്ഷ്യമാക്കി, അവരെ തിരഞ്ഞുവന്ന രക്ഷയെ വേണ്ട എന്ന് തള്ളി അകറ്റിയിരിക്കുന്നു. അതിനാൽ ഒരു ന്യായവിധി വരാൻ പോകുന്നു. യെരുശലേം വീഥികളിൽ രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു. ഒരു വലിയ നാശമുണ്ടാകാൻ പോകുന്നു. അതറിഞ്ഞതുകൊണ്ട് യേശു അതോർത്ത് കണ്ണുനീരൊഴുക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഹൃദയം നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി സഹതപിക്കുന്ന ഒരു ഹൃദയമാണ്. ജനങ്ങളെ ഓർത്ത് സഹതപിക്കുന്നു എന്ന് പറയാറില്ലേ? നാം എല്ലാവരും ഉത്സവം, സന്തോഷമെന്ന് ഉല്ലസിക്കുന്നു. എന്നാൽ യേശുവിനെ പോലെയുള്ള ഒരു കാഴ്ചപ്പാടും ഹൃദയവും നമുക്ക് വേണം. നമ്മുടെ നാടിനെയും ചുറ്റുമുള്ള ജനങ്ങളെയും നോക്കൂ. രക്ഷിക്കപ്പെടാത്ത ജനങ്ങൾ, രക്ഷയെ തിരസ്കരിച്ച ജനങ്ങൾ. ഒരു ന്യായവിധി ദിവസം വരുന്നു. യേശു വീണ്ടും വരുമ്പോൾ രക്ഷിക്കപ്പെടാതെയിരുന്നാൽ പാപത്തിലാണെങ്കിൽ നരകത്തിലെ അഗ്നിക്കുള്ളിൽ കിടക്കുമല്ലോ. ഈ ആത്മാക്കൾ, വിലയേറിയ ആത്മാക്കൾ അഗ്നിക്കടലിനകത്ത് കിടക്കുമല്ലോ. ആ ചിന്ത, ആ വേദന നമുക്കുണ്ടോ? യേശുവിന്റെ ഉള്ളിൽ ആ വേദനയുണ്ടായിരുന്നു. അയ്യോ, ഈ ജനങ്ങൾ ഒരു വലിയ നാശത്തിൽ അകപ്പെടാൻ പോകുന്നല്ലോ, അതിവർക്കറിയുന്നില്ലല്ലോ എന്ന് കണ്ണുനീരൊഴുക്കുകയുണ്ടായി. യേശുവിന്റെ ഹൃദയം എനിക്ക് വേണം. ഞാനും എന്റെ നാട്ടിലുള്ളവരും, എന്റെ ഗ്രാമത്തിലും എന്റെ പട്ടണത്തിലും എന്റെ ചുറ്റുമുള്ളവരും ഇനിയും രക്ഷിക്കപ്പെടാതെ പാപത്തിൽ ജീവിക്കുന്നവർക്കായി എന്റെ മനസ്സിൽ വേദനയും എന്റെ കണ്ണിൽ കണ്ണുനീരും വേണം. യേശുവേ, അങ്ങയെപ്പോലെ എന്നെ മാറ്റണമേ എന്ന് ചോദിക്കൂ. അതാണ് ഈ നാളുകളിൽ യേശു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ അവരെ നോക്കി, എന്റെ ജനങ്ങളെ രക്ഷിക്കണമേ, പാപശാപങ്ങളിൽ നിന്നും വിടുവിക്കണമേ, നരകത്തിലെ അഗ്നിയിൽ നിന്നും രക്ഷിക്കപ്പെടണമെന്ന് എന്നെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? യേശു കരഞ്ഞു. നിങ്ങൾക്കും എനിക്കും വേണ്ടി കരഞ്ഞു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരയണം, കണ്ണുനീരൊഴുക്കണം. ഇല്ലെങ്കിൽ ന്യായവിധി ദിവസം അഗ്നിക്കുള്ളിൽ പോകേണ്ടി വരുമല്ലോ. അഗ്നിക്കടൽ, നരകമെന്ന അഗ്നിക്കടൽ. അതിൽ വീണാൽ തിരിച്ചു വരാനേ പറ്റില്ല. ആ നാശം അതിഭയങ്കരമായിരിക്കും. അതിൽ നിന്നെല്ലാവരും രക്ഷിക്കപ്പെടണം. അതിനാണ് സുവിശേഷം, അതിനാണ് പ്രാർത്ഥന. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് പരിചയമുള്ളവർ, ഗ്രാമം, പട്ടണം, കൂടെ ജോലി ചെയ്യുന്നവര്, അറിയാവുന്നവര്, ഒരാളുപോലും രക്ഷിക്കപ്പെടാതെ പോവരുത് ദൈവമേ, അവരെ രക്ഷിക്കപ്പെടണമേ എന്ന് വേദനയോടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമോ? യേശുവിനെ പോലെ കണ്ണുകളടച്ച് അവരെ ഓർത്ത്, ദൈവമേ, എന്റെ ചുറ്റുമുള്ള ജനങ്ങൾ, എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും എന്റെ ഗ്രാമവും എന്റെ പട്ടണത്തിലുള്ള ജനങ്ങൾ, എന്റെ കൂട്ടുകാർ, എനിക്ക് പരിചയമുള്ളവർ, എന്നെ സ്നേഹിക്കുന്നവർ അനേകർ രക്ഷിക്കപ്പെടണം. സത്യദൈവത്തെ അവർ അറിയുന്നില്ല. നരകത്തിലെ അഗ്നിയിലേക്ക് അവർ അറിയാതെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അവർ രക്ഷിക്കപ്പെടണമേ, മാനസാന്തരപ്പെടണമേ. അവർക്ക് വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞുവല്ലോ.
അവരെക്കുറിച്ചുള്ള വേദന എനിക്ക് തരേണമേ. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനുഭവത്തെ എനിക്ക് തരേണമേ. അങ്ങയെപ്പോലെ എന്നെ മാറ്റേണമേ യേശുവേ. അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഞാൻ കാരണം അനേകം ജനങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങയെ വെളിപ്പെടുത്തി രക്ഷിച്ച് സ്വർഗരാജ്യത്തെ ഭാഗ്യത്തെ കാണുമാറാക്കണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ